بسم الله الرحمن الرحيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا وهو الذي الله جعل الليل والنهار خلفة രാവും പകലും ഒന്നിന് പിറകെ മറ്റൊന്നായി കൊണ്ടുവരുന്നവൻ അല്ലാഹുവാണ്. വെറുതെ ഉണ്ടാവില്ല, അല്ലാഹുവാണ്. وهو الذي جعل الليل والنهار خلفة അല്ലാഹുവാണ് പകലിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പകരമായി ചെയ്യാൻ ഒരു രാവിനെ തന്നവനും, രാവിൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ അത് പകലിൽ പകരമെടുക്കാനായി ഒരവസരം തന്നതും അല്ലാഹുവാണ്. ഈ ആയത്തിന് ഇങ്ങനെ രണ്ടർത്ഥമുണ്ട്. وهو الذي جعل الليل والنهار خلفة അല്ലാഹുവാണ് രാവും പകലും മാറി മാറി വരുന്നതായി സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നാളെ 7 മണിയാകുമ്പോഴേക്കും സൂര്യപ്രഭ ഭൂമിയിലുണ്ടാകുമെന്ന് ആരറിഞ്ഞു? നാളെ നമ്മളുണ്ടോ എന്ന് ആരറിഞ്ഞു? നാളെ സൂര്യൻ ഉദിക്കുമോ എന്ന് ആരറിഞ്ഞു? നമ്മൾ നാളത്തേക്ക് പ്ലാൻ ചെയ്തു കഴിഞ്ഞ് നാളെ 8 മണിക്ക് കട തുറക്കണം, നാളെ 9 മണിക്ക് ഓഫീസിലെത്തണം, നാളെ 10 മണിക്ക് ഫ്ലൈറ്റ്. എന്തറിഞ്ഞു നമ്മൾ? ആരാണ് ഭൂമി ഇങ്ങനെ ഉരുണ്ട് പൂർത്തിയായി വന്ന് സൂര്യോദയം കിഴക്ക് അനുഭവിക്കുമാർ, സൂര്യാസ്തമയം പടിഞ്ഞാറസ്തമിക്കുമാർ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് രാവും പകലും എണ്ണി തീർക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ? അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. ഇരുട്ടായി ടോർച്ചോടെ നാ നോക്കുക, ആരാണ് ഇരുട്ട് കൊണ്ടുവന്നത്? ഇതിനെന്തെല്ലാം ഇവിടെ നടക്കണം? കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന ആളുകൾ കഅബയെ ഇടതാക്കി ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റുന്ന പോലെ ഭൂമി അതിന്റെ സ്വയം ആക്സിസിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റുകയും ആ കറക്കത്തോടൊപ്പം സൂര്യൻ എന്ന തന്റെ മാതൃഗോളത്തെ ലക്ഷ്യമാക്കി സൂര്യനെയും തവാഫ് ചെയ്യുന്ന പോലെ ഇടത്താക്കി ഇടത്തുനിന്ന് വലത്തോട്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കി വന്നാൽ കഴിഞ്ഞ ജനുവരി 1 ഭൂമി എവിടെയായിരുന്നോ ായിരിക്കെ ഭൂമി ഒരു കറക്കം തുടങ്ങിയിട്ട് ഈ ഒരു കറക്കം ഭൂമി സ്വയം കറങ്ങുമ്പോൾ ഉദയവും അസ്തമയവും അനുഭവിക്കുന്നു. ആ കറക്കത്തോടൊപ്പം കറങ്ങി 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 സൂര്യൻ എന്ന ഒരു കേന്ദ്രബിന്ദുവിന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാകുമ്പോൾ അടുത്ത ജനുവരി 1 ആകുന്നു. 365 ദിവസം ഈ ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുകയായിരുന്നു. നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ അറിഞ്ഞോ? ഇല്ല. എത്ര സ്പീഡിലാണ് നമ്മൾ ഓടിയെന്നറിയോ? ഒരു കൊല്ലം ഓടിയില്ലപ്പോ. 2016 15 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 16 പിറക്കുമ്പോഴേക്കും ഓരോ മണിക്കൂറിൽ ഞാനും നിങ്ങളും ഭൂമിയോടൊപ്പം സഞ്ചരിച്ച ദൂരം എത്രയാണെന്നറിയുമോ? 1,08,000 കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സൂര്യന്റെ ചുറ്റും ഭൂമി കറങ്ങി തിരിഞ്ഞാലേ ഒരു ഡിസംബർ 31 ഉണ്ടാകൂ. ഒരു തവണ തവാഫ് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണിത്. അപ്പോഴാണ് നമ്മൾ പുതിയ സമയം പിറന്നു, പുതിയ വർഷം ആരംഭിച്ചു എന്ന് പറയുന്നത്. അത് സൂര്യന്റെ കറക്കമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ എന്നോ സോളാർ കലണ്ടർ എന്നോ പറയുന്നത്, ക്രിസ്ത്യൻ കലണ്ടർ എന്നോ പറയുന്നത്. സൂര്യന്റെ ചലനമാണ്. നമ്മൾ അറിഞ്ഞോ വല്ലതും? നമ്മുടെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്, ചിലയിടത്തൊക്കെ ക്യാമറയും വെച്ചിട്ടുണ്ട്. ഗൾഫിലുള്ളതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതിന് പറ്റിയ റോഡൊന്നും ഇല്ലെങ്കിലും ക്യാമറ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. 80ന്റെ മേലെ പോയി അടിക്കുന്നു. 80 പോയിട്ട് 60 ഓടാൻ പറ്റണ്ടേ റോഡില്? മണിക്കൂറിൽ 60 കിലോമീറ്റർ സ്പീഡൊക്കെ നമുക്ക് ഇവിടെ പോകും. പിന്നെ വലിയ വളവന്മാരൊക്കെ ആണെങ്കിൽ 100 സ്പീഡിലൊക്കെ പോയി എന്ന് വരും. മണിക്കൂറിൽ 100. ഒരു ട്രെയിൻ മണിക്കൂറിൽ ഒരു 150 സ്പീഡിൽ ഓടുകയെന്ന് സങ്കല്പിക്കുക. നമ്മള് കല്ലായിലെ ഗേറ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ഗേറ്റിന്റെ അടുത്തൊക്കെ പോയി നിൽക്കുക. ആ ട്രെയിൻ നോൺ സ്റ്റോപ്പായിട്ട് പോകുന്ന നേരത്തെ
അടുത്ത് പോയി നിൽക്കാൻ പറ്റും? പാറിപ്പോവൂലേ? രാജധാനി എക്സ്പ്രസ് ഒക്കെ പോകുന്നിടത്ത് പോയി നിന്നാൽ അടുത്ത് നിൽക്കാൻ പറ്റുമോ? 1 മീറ്റർ അകത്ത് നിൽക്കാൻ പറ്റുമോ? പാറിപ്പോവും നമ്മൾക്ക്. പോകുന്ന എത്ര? മണിക്കൂറിൽ 100, 110, 120, 150 കൂട്ടുക, 200 തന്നെ കൂട്ടുക. മണിക്കൂറിൽ 200 കിലോമീറ്റർ അപ്പൊ പോവുക. നമ്മുടെ ഈ സൂര്യന്റെ ചുറ്റും കറങ്ങുന്ന സ്പീഡ് മണിക്കൂറിൽ 1,08,000 കിലോമീറ്ററാണ്. അതിനെ വെല്ലാൻ മാത്രമൊന്നും ഒരു വാഹനമായിട്ടില്ല. നമ്മൾ അറിയുന്നുണ്ടോ? കൊടുങ്കാറ്റിട്ട് തോന്നുന്നുണ്ടോ ഭൂമിയുടെ മേലെ? കാറ്റിങ്ങനെ കാറ്റടിച്ച് വീശുന്നു പോകുന്നു. ഇപ്പൊ വല്ല കാറ്റും അറിയുന്നുണ്ടോ? ഈ അന്തരീക്ഷത്തോടുകൂടെ ഇതേ ശാന്തതയോടുകൂടെ അരയിടത്ത് പാലത്തെ ഈ മനോഹരമായ മജ്‌ലിസിൽ ഒരു കൊടുങ്കാറ്റ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും സൂര്യന്റെ ചുറ്റും നമ്മൾ ഓടിത്തീർക്കുന്ന ഓട്ടം 1,08,000 കിലോമീറ്ററാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വസ്തുത കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ. നബിയെ, പർവ്വതങ്ങൾ നോക്കുമ്പോൾ അങ്ങേക്ക് തോന്നുന്നുവല്ലോ, വഹിയ ജാമിദ, പർവ്വതങ്ങൾ അനങ്ങുകയില്ലെന്ന് തോന്നുന്നു, ചലിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഖുർആൻ നമ്മളോട്, അള്ളാഹു നമ്മളോട് കാണിച്ച ഒരു ചെറിയ അൽ അദബുൽ ഇലാഹി. അള്ളാഹുവിന് എന്തൊക്കെ പറയാം? നിങ്ങൾക്ക് വല്ലതും അറിയോ? ഇതൊക്കെ ഓടുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓടുന്നില്ലെന്ന്. താമരശ്ശേരിയിലെ പർവ്വതം, അടിവാരത്തിൽ നിന്ന്, അടിമാലിയിലും പർവ്വതമുണ്ട്, അടിവാരത്തും പർവ്വതമുണ്ട് അല്ലേ? ഒന്ന് ഇടുക്കിയായിപ്പോയി, ഒന്ന് കോഴിക്കോട് ജില്ലയായിപ്പോയി, അത്രയല്ലോ വ്യത്യാസമുള്ളൂ. അടിമാലിയിലെ പർവ്വതം അടിവാരത്തേക്കോ, അടിവാരത്തെ മലകൾ അടിമാലിയിലേക്കോ നീങ്ങിപ്പോയത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ചുരം കയറി പോകണ്ടേ? വയനാട്ടൊക്കെ പോകുമ്പോഴേ പർവ്വതം നീങ്ങുന്നത് അറിഞ്ഞോ? ഇല്ല, അത് അവിടെ തന്നെയാണ്. ബില്യൺ കണക്കിന് കൊല്ലം മുമ്പ് അവിടെ തന്നെ ആയിരിക്കണം. വതറൽ ജിബാല, പർവ്വതങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ തഹ്സബുഹാ ജാമിദ, നിങ്ങൾക്ക് തോന്നുന്നു അത് അനങ്ങുന്നില്ലെന്ന്. വഹിയ തമുറു, ഉഷാറാണ് കേട്ടോ, മൈക്ക് നല്ല ഉഷാറായിരിക്കണം, അവിടെ നോട്ടെ. വഹിയ തമുറു മർറ സഹാബ്, മേഘം നടക്കുന്ന പോലെ, മേഘം സഞ്ചരിക്കുന്ന പോലെ ഈ പർവ്വതങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേഘം പോകുന്ന പോലെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു അനങ്ങുന്നില്ല. ഇത് ഭൂമി അനങ്ങുന്നതിനെ പറ്റി പറഞ്ഞതാണ്. എവിടുന്ന് മനസ്സിലായി? മർറ സഹാബ്, ലോകാലോകങ്ങളിൽ മനുഷ്യബുദ്ധിയെ പരിപോഷിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ ഖുർആനിൽ കിടക്കുന്നത്. ലോകാലോകങ്ങളിൽ ഓരോ സമയമെടുത്തു നോക്കിയാലും പുതിയ പുതിയ അർത്ഥങ്ങൾ, പുതിയ പുതിയ അർത്ഥതലങ്ങൾ, ആശയങ്ങൾ, പുതിയ പുതിയ രഹസ്യങ്ങൾ, നിഗൂഢതകൾ ചുരുളഴിയുന്നു. ശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. പർവ്വതം ചലിക്കുന്നില്ലെന്ന് തോന്നുന്നു നബിയെ, വഹിയ തമറു, എന്നാൽ അവയൊക്കെ ചലിക്കുന്നുണ്ട്. മർറ സഹാബ്, മേഘങ്ങൾ നടക്കുന്ന പോലെ. എങ്ങനെയാ? മേഘം ഒറ്റക്കാണോ സഞ്ചരിക്കുന്നത്? അല്ല, കാറ്റ് കൊണ്ടുപോകുമ്പോൾ കാറ്റിന്റെ കൂടെയാണ് മേഘം പോവുക. മേഘം ഒറ്റക്ക് സഞ്ചരിക്കുന്നില്ല, മേഘത്തെ കാറ്റ് കൊണ്ടുപോവുകയാണ്. പർവ്വതം ഒറ്റക്ക് സഞ്ചരിക്കുകയല്ല. താമരശ്ശേരിയിലെ അടിവാരത്തെയോ കുറ്റ്യാടിയിലെയോ മലകൾ ഒറ്റക്ക് സഞ്ചരിക്കുകയല്ല. ഭൂമി സഞ്ചരിക്കുന്നതിന്റെ കൂടെ ആ പർവ്വതവും സഞ്ചരിക്കുകയാണ്. കാറ്റ് സഞ്ചരിക്കുന്നതിന്റെ കൂടെ മേഘം ചലിക്കുന്ന പോലെ. ആ ഉദാഹരണത്തില് ഭൂമി തന്നെ ചലിക്കുകയാണ്. ഭൂമിയോടൊപ്പമാണ് പർവ്വതത്തിന്റെ ചലനം നടക്കുന്നത്. ഇത്ര സ്പീഡിലാണ് പോകുന്നത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. 1,08,000 കിലോമീറ്റർ. കേരളം ആകെ എത്ര 700 കിലോമീറ്ററല്ലേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് 1,08,000. ഗൾഫ് തന്നെ 2,600, 3,000 കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ അല്ലെ? ഭൂമിയുടെ മൊത്തം സർക്കിളിന് റൗണ്ട് ചെയ്യാൻ എന്നാ പോലും എത്തൂല. അതൊന്നും പോരാ, അതിലപ്പുറമുള്ള ദൂരം 1 മണിക്കൂർ കൊണ്ടെത്തണം. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് മനുഷ്യങ്ങൾ അത്ഭുതപ്പെട്ടു പോയത്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സംഗതി ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ, കോഴിക്കോട്ടുകാരൻ അറിഞ്ഞിട്ടില്ലല്ലോ,
മലപ്പുറത്തുകാർ അറിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ വളരെ കൂളായിട്ട് നടക്കുന്നു, ഭൂമി ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ആരറിഞ്ഞു? ഒരു ട്രെയിൻ പോകുമ്പോഴുള്ള ഒച്ചപ്പാട് പോലുമില്ലാതെ, ഒരു കാറ്റടിക്കുമ്പോഴുള്ളൊരു കൊടുങ്കാറ്റിന്റെ ഫീല് പോലുമില്ലാതെ, കോടാനുകോടി മനുഷ്യരെയും കൊണ്ട് അവരുടെ വീടും ബിൽഡിങ്ങുകളും വാഹനങ്ങളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കെ ലക്ഷക്കണക്കിന് പറവകൾ ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് പാറിക്കളിച്ചുകൊണ്ടിരിക്കെ ഈ അന്തരീക്ഷ മടക്കം ഒന്നിച്ചാ പോകുന്നത്. എന്നിട്ടെന്തേ ഞങ്ങൾ അതിന്റെ കുലുക്കമറിയാതെ പോയത്? അതിന് മറുപടിയാണ് ആയത്തിന്റെ ബാക്കി ഭാഗം. സുൻ അല്ലാഹ്, ഇത് അല്ലാഹു ചെയ്ത സൃഷ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒച്ചപ്പാടറിയുന്നില്ല. നിങ്ങൾക്ക് ഈ പോക്കിന്റെ ഗൗരവം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഓടുന്നുണ്ട്, നിങ്ങൾക്ക് കൊടുങ്കാറ്റായി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നില്ല. അല്ലദീ അത്ഖന കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളും കൃത്യമായി സൂക്ഷ്മമായി പടക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോയിട്ടും നിങ്ങൾ അറിയാതെ പോയത്. അങ്ങനെ ഒരു യാത്ര നമ്മെക്കൊണ്ട് കഴിഞ്ഞ ജനുവരി 1 തുടങ്ങിയ ഭൂമി, ആ ഒരു യാത്ര സൂര്യന് ചുറ്റും കഅബയെ തവാഫ് ചെയ്യുന്ന അതേ രീതിയിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ആ ഭൂമി തിരിയുന്നത്. അങ്ങനെ ഒരു കറക്കം കറങ്ങി പൂർത്തിയാവുന്ന മുഹൂർത്തങ്ങളിലാ അള്ളാഹുവിനെ മറക്കാൻ ചില ആളുകൾ മനഃപൂർവ്വം ശ്രമിക്കുന്നത്. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഇതൊക്കെ ഉണ്ടാക്കിയവനെ കുറിച്ച് ആലോചിച്ചുവോ? ആരാതൊക്കെ ഉണ്ടാക്കിയത്? അതിനാണ് നമ്മളെ അല്ലാഹു നമുക്ക് സമയം തന്നത്. രാവും പകലും ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ്. രാവും പകലും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇത് വലിയൊരു അത്ഭുതമാണ്. വലാം, ഇരുട്ടെന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ആബ്സെൻസ് അല്ല എന്നാണ്. ഇരുട്ടെന്നത് ഇരുട്ടായിട്ട് തന്നെ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇരുട്ട് വെളിച്ചത്തിന്റെ അഭാവമല്ലെന്നും ഇരുട്ടായിട്ടൊരു സാധനം തന്നെ ഉണ്ടെന്നും ഈ അടുത്ത സയന്റിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. ഇരുട്ട് എന്ന് പറഞ്ഞ വെളിച്ചം പോകുമ്പോ അവിടെ ഇരുട്ടാവുന്നു, വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട് എന്നായിരുന്നു ആദ്യം മനസ്സിലാക്കിയത്. അല്ല, ഇരുട്ടൊന്ന് വേറെയാണ്, വെളിച്ചമൊന്ന് വേറെയാണ്. ആ ഇരുട്ടിന്റെ മേൽ നൂറിന്റെ പ്രകാശത്തെ അള്ളാഹു ഓവർലാപ്പ് ചെയ്യുകയാണ്. ഇതൊരുപാട് ആയത്തുകളിൽ കാണാം. ഇത് രണ്ടും രണ്ട് സൃഷ്ടിയാണെന്നാണ്. എന്തിനാണതെന്നറിയുമോ? ഖിൽഫത്തൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു. ഉമറേ, നിങ്ങൾക്കറിയുമോ അല്ലാഹു തആല ചില കർമ്മങ്ങൾ പകലിലെ സ്വീകരിക്കൂ, ചില കർമ്മങ്ങൾ അല്ലാഹു രാത്രിയിലെ സ്വീകരിക്കൂ. രാത്രിയിൽ ചെയ്യേണ്ടത് പകലിൽ ചെയ്താൽ ചിലപ്പോൾ അല്ലാഹു സ്വീകരിച്ചില്ലെന്ന് വരും. പകലിൽ ചെയ്യേണ്ടത് രാത്രി ചെയ്താലും ഒരുപക്ഷെ അല്ലാഹുവിനത് ഇഷ്ടമായില്ലെന്ന് വരും. അതുകൊണ്ട് ഉമറേ, നമ്മൾ രാത്രിക്ക് വേണ്ടത് രാത്രിയും പകലിന് വേണ്ടത് പകലും നമ്മൾ നിർവഹിച്ചേ പറ്റൂ എന്ന് ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ സമയത്തിന്റെ മഹത്വത്തിലേക്ക് സൂചിപ്പിച്ച് മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുമാ അമൃതങ്ങളോട് പറയാണ്, റളിയല്ലാഹു തആല അൻഹു, നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കേണ്ട സമയമായിട്ടുണ്ട്. കുറച്ചു നേരമായില്ലെങ്കിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ സ്റ്റേജുമുള്ളവരൊന്നും എഴുന്നേൽക്കരുത്, വേദിയിലുള്ളവരെല്ലാരും. ഞാൻ പിന്നെ ഏതായാലും നിൽക്കിയതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒരു റാഹത്തായിട്ടെ ഒരു ഉണർവൊക്കെ വരട്ടെ. നല്ല കാലാവസ്ഥയില് എയർ കണ്ടീഷൻ ചെയ്ത പോലെ. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ ചൂടത്ത് എത്ര എസിട്ടാലും ഇങ്ങനെ അന്തരീക്ഷം തണുപ്പിക്കാൻ പറ്റുക? കഴിയൂല. എന്തൊരു വളരെ മോഡറേറ്റ് ടെമ്പറേച്ചർ, മാഷാ അല്ലാഹ്. ഇതൊക്കെ വലിയ അനുഗ്രഹമല്ലേ, ചൂടെടുക്കാതിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. തണുപ്പിങ്ങനെ മടുപ്പാകുമ്പോ അള്ളാഹു ചൂട് കൊണ്ടുവരും, ചൂടിങ്ങനെ ബോറടിക്കുമ്പോ മഴ കൊണ്ടുവരും, മഴ ഇങ്ങനെ ബോറടിക്കുമ്പോ അള്ളാഹു തആല മറ്റു കാലാവസ്ഥ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. മനുഷ്യന് എപ്പോഴും ഒരു സ്വഭാവം പറ്റില്ലെന്നാ. മനുഷ്യൻ അങ്ങനെയാ. അതുകൊണ്ട് അള്ളാഹു ഇതിങ്ങനെ മാറ്റി മാറ്റി തരുന്നത്. സുബ്ഹാനല്ലാഹ്.